ഈ ഒരു സംഭവം നമ്മുടെ വരും സീസണിൽ കുറച്ച് പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ആ ഒരു സംഭവം എന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. എന്തായാലും അതെന്താണെന്ന് പറയാം. അതിന് മുമ്പ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 200 ലൈക്സ് ആണ്. സോ മാക്സിമം എല്ലാവരും ആ ഒരു 200 ലൈക്കിലേക്ക് ഒന്നെത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം ഡ്യൂറൻ കപ്പിലെ അവസാനത്തെ 2 കളികൾ, ആ ഒരു 2 കളികളിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂലായിട്ട് കളിച്ചിരിക്കുന്നത് സഹീഫും അതുപോലെ തന്നെ നോവാസ് ദോയിയുമാണ്. ലെഫ്റ്റ് വിങ്ങിൽ അറ്റാക്കിൻ്റെ ചുമതലയാണ് നോവാസ് ദോയി ഏറ്റെടുത്തതെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ലെഫ്റ്റ് ബാക്കാണ്, അതായത് ഡിഫൻസിൻ്റെ ചുമതല കുറച്ചേറിയാണ് നമ്മുടെ സഹീഫ് കളിച്ചത്. ഇപ്പോഴത്തെ ആ ഒരു പോക്ക് വെച്ച് നോക്കുമ്പോൾ സഹീഫ് ആയിരിക്കും ആ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കാനുള്ള സാധ്യത കൂടുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലും. കാരണം നമ്മുടെ മിഗാൽ സ്റ്റാറയ്ക്ക് അദ്ദേഹത്തെ ബോധിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ഒരു കാംനെസ് ഒക്കെ അദ്ദേഹത്തിലുണ്ട്. അതായത് എനിക്ക് അദ്ദേഹത്തെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു കളി ശ്രദ്ധിക്കുമ്പോൾ ജയഗുപ്തയുടെ ഒരു ഫീൽ വരാറുണ്ട്. അതായത് ജയഗുപ്ത ഷോട്ട് എടുക്കുന്നതിലും കുറച്ചുകൂടെയൊക്കെ നമ്മുടെ എന്താ പറയുക സഹീഫിനെക്കാട്ടി സ്പീഡുണ്ട്. എങ്കിൽ പോലും ആ ഒരു കാംനെസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ജയഗുപ്തയെ എവിടെയോ എനിക്ക് സഹീഫിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്. നമുക്കറിയാം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്ന 2 പ്ലേയേഴ്സാണ് നമ്മുടെ നോവാസ് ദോയിയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സഹീഫും. സോ ഇവരുടെ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആയേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ സഹീഫ് നല്ല രീതിയിൽ നോവയ്ക്ക് പാസ് കൊടുക്കാറുണ്ട്. അതായത് നോവയ്ക്ക് ഏതെങ്കിലും അവസരത്തിൽ ഗോൾ അടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കാണുകയാണെങ്കിൽ അവിടേക്ക് ഉറപ്പായിട്ടും അതായത് കൂലായിട്ട് നോവയെ ലക്ഷ്യമിട്ട് തന്നെയാണ് സഹീഫ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നോവയുടെ കാര്യം നോക്കില്ല, നിങ്ങൾ തന്നെ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ നേക്കഡായി കൊണ്ട് വെറുതെ ഒന്ന് നോക്കിയാൽ മതി. അതായത് പറ്റിയ അവസരങ്ങൾ, അതായത് നല്ല നല്ല അവസരങ്ങൾ നോവയ്ക്കും സഹീഫിനും അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ബട്ട് ആ ഒരു നല്ല അവസരങ്ങളിൽ നോവ ഒരിക്കലും നമ്മുടെ സഹീഫിന് പാസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ കുറച്ച് സമയത്ത് മാത്രമാണ്. അതായത് തൻ്റെ നിന്ന് ബോൾ പോകും എന്നൊരു വരുന്ന സാഹചര്യത്തിൽ മാത്രമൊക്കെ സഹീഫിന് പാസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു കോംബോ പ്ലേ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനെക്കാട്ടി മികച്ചൊരു അറ്റാക്കിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു സെൽഫ് പ്ലേ ആണ്, അത് ഒറ്റക്കളി പോലെയാണ് പലപ്പോഴും നോവാസ് ദോയി കളിക്കുന്നത്. ബട്ട് സഹീഫിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോവാസ് ദോയി അവിടെ അവൈലബിൾ ആണെങ്കിൽ, അദ്ദേഹം ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും നോവാസ് ദോയി അല്ല നമ്മുടെ സഹീഫ് നോവാസ് ദോയിക്ക് ആ ഒരു ബോൾ ഇട്ട് കൊടുക്കും. അതിന് ആ ഒരു ഫ്രീ സ്പേസ് കണ്ടെത്താനായിട്ട് അദ്ദേഹം സഹായിക്കുകയും ചെയ്യും. ബട്ട് ഇപ്പോഴത്തെ തിരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോവാസ് ദോയി അദ്ദേഹം ഒരു ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും, അത് നമ്മുടെ സഹീഫ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും നോവാസ് ദോയി ഒരു പാസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ ഞാൻ കാണുന്നില്ല. സോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അവിടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോവ പലപ്പോഴും ഒരു എന്താ പറയുക ഒറ്റക്കളി പോലെ തോന്നുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ട്രേഡ് മാർക്കാണ്, അദ്ദേഹം പലപ്പോഴും ഒറ്റക്കളി ഡ്രിബിൾ ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ പോകുന്നൊരു പ്ലെയറാണ്. ബട്ട് എങ്കിൽ പോലും പല ഈസി സിറ്റുവേഷൻ ഉണ്ട്, പല ഈസി ആയിട്ട് ഗോൾ അടിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അവിടെയൊക്കെ പോലും സഹീഫിന് അദ്ദേഹം പാസ് കൊടുക്കാതിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത് വളരെ എന്താ പറയുക നമ്മുടെ ടീമിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക ഇതുമായിട്ട് ബന്ധപ്പെട്ട്.